പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരും ഇല്ലേട്ടെത്തി. അവൻ്റെ അമ്മ ചട്ടവും കൊണ്ട് അടിച്ച ഭാഗം തടയിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൽ കയറാനല്ലെങ്കിൽ ഇവൻ എന്നും ഇവിടെ നിന്ന് സമയത്തിന് ഒരുങ്ങിപ്പോകുന്നത് ആരെ കാണാനാണ്? അമ്മയായിരുന്നു ചോദിച്ചത്. എൻ്റെ മോനായോണ്ട് പറയുകയല്ല. ഉച്ചയ്ക്ക് രാവിലത്തെ കാപ്പിയും കുടിച്ചുകൊണ്ട് വരുന്ന ഇവൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ട്. അപ്പോഴും ഋഷി കഴിയുന്നത് നിഷ്കളങ്കത അവൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കാൻ നോക്കി. അവനെ നോക്കി ദഹിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് അവൻ്റെ അമ്മ എന്നെ ശ്രദ്ധിച്ചത്. എൻ്റെ അടുത്തേക്ക് വന്നു. കല്യാണത്തിന് വരാൻ പറ്റിയില്ല. എന്തായാലും സെലക്ഷൻ തെറ്റിയില്ല. നമ്മുടെ പ്രണവിന് നല്ല ചേർച്ചയുള്ള കുട്ടി. പ്രണവ് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? അവർ എന്നോട് ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഞാൻ തിരിച്ചു ചോദിച്ചു. അതിന് പ്രണവേട്ടന് പനിയൊന്നും ഇല്ലല്ലോ. അയ്യോ, പനിയുടെ കാര്യമൊന്നുമല്ല മോളെ, അവൻ്റെ ദേഷ്യത്തിന് വല്ല കുറവുണ്ടോ എന്ന്. ആർക്ക് എന്ത് കുറവുണ്ടെന്നാ അപ്പച്ചി ചോദിച്ചത്? ആ ചോദ്യമായി എൻ്റെ ഭർത്താവ് രംഗപ്രവേശനം ചെയ്തു. ചേട്ടനെക്കുറിച്ചാണ്. ഋഷി പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അവനെ നോക്കി കണ്ണുരുട്ടി. അയ്യോ മോനെ, ഞാൻ നിൻ്റെ കാര്യമല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാ. ചൂടിന് വല്ല കുറവുണ്ടോ എന്ന്. അല്ലേ മോളെ? ഞാനും ചിരിച്ചുകൊണ്ട് തലയാട്ടി. പ്രണവേട്ടൻ പോകാൻ തുടങ്ങിയതും അപ്പച്ചി വീണ്ടും വിളിച്ചു. പ്രണവ്, ഇത് മൂകാംബികയിലെ പ്രസാദാണ്, കഴിച്ചിട്ട് പോകൂ. വേണ്ട. ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഉത്തരം എൻ്റെ ഏട്ടൻ്റെ നാവിൽ നിന്ന് വന്നു. പ്രണവ്, ദൈവങ്ങളെ നിന്ദിക്കരുത്. ഞാൻ ആരെയും നിന്ദിക്കാനോ വന്ദിക്കാനോ പോകുന്നില്ല. ഞാൻ കമ്പനിയിലേക്ക് പോകുക. ഏട്ടൻ വീണ്ടും പോകാൻ തുടങ്ങിയതും അച്ഛൻ പിന്നിൽ നിന്ന് വിളിച്ചു. നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയായിരുന്നു. ആരെ ഇവിടെ നിന്ന് പോയപ്പോൾ നിൻ്റെ കമ്പനിയിലൊരു പോസ്റ്റ് ഒഴിഞ്ഞെടുക്കുകയല്ലേ, നിൻ്റെ അസിസ്റ്റൻറ്റ് പോസ്റ്റ്. അതിലേക്ക് ഇനി പുറത്തുനിന്ന് ആരെയും നിയമിക്കണ്ട. ഇവിടെ തന്നെ ആളുണ്ടല്ലോ. ഏയ്, ഞാൻ പോവില്ല. എനിക്ക് ഡിഗ്രി പഠിക്കണം, ഋഷി അച്ഛനോട് പറഞ്ഞു. അതിന് നിന്നെയല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്, ഗായത്രിയാണ്. അച്ഛൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്പരം നിന്നപ്പോൾ അച്ഛന് സപ്പോർട്ടായി അമ്മയും വന്നു. അതൊരു നല്ല തീരുമാനമാണ്. ചുമ്മാ നീ കമ്പനിയിൽ പോയി തിരിച്ചു വരുന്നവരെ അവളിവിടെ തനിച്ചാവില്ലേ? കമ്പനിയിലാവുമ്പോൾ നിനക്ക് തന്നെ കാര്യങ്ങൾ ഗായത്രി പറഞ്ഞ് മനസ്സിലാപ്പിക്കാലോ. അതൊന്നും വേണ്ട. എടുത്തടിച്ചതുപോലെയായിരുന്നു പ്രണവേട്ടൻ്റെ ഉത്തരം. എന്തോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു നോവ് പോലെ മനസ്സിൽ തോന്നി. വീണ്ടും അമ്മയും അച്ഛൻ എന്തൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴും അതൊന്നും കേൾക്കാതെ ഏട്ടൻ പോയി. അവൻ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലല്ലോ സതി. അപ്പച്ചി പറഞ്ഞപ്പോൾ അമ്മ എന്നെ നിസ്സഹായതയോടെ നോക്കി. അതിന് വലിയ നിസ്സഹായതയോടെ ഞാൻ നിന്നു. എനിക്ക് സങ്കടമാവെന്ന് കരുതിയാവും. പിന്നെ ആരും പ്രണവേട്ടനെ കുറിച്ച് പറഞ്ഞില്ല. ഏട്ടിനെന്താ ഇവിടെ ഇരിക്കുന്നേ? ഓരോ ആലോചനയിൽ ഒഴുകിയിരുന്നതാണ് ഋഷി വന്നത്. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ചേട്ടനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അല്ലാതെ വേറൊന്നുമില്ലല്ലോ എനിക്ക് ആലോചിക്കാൻ. അതിന് ഏട്ടത്തി എന്തിനാ സങ്കടപ്പെടുന്നേ? ചേട്ടൻ ഇപ്പോൾ സ്നേഹത്തിൽ തന്നെയല്ലേ? എന്നോടുള്ള പെരുമാറ്റത്തിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരോടും ആ പഴയ സ്വഭാവം തന്നെ, ഒരു മാറ്റവും ഇല്ല. നിന്റെ ചേട്ടനെന്താ വല്ല ചൂട് സമയത്താണോ പിറന്നു വീണത് ഇങ്ങനെ ചൂടാവാൻ? ആഹാ, എൻ്റെ കൂടെ നടന്ന ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, കൗണ്ടറൊക്കെ അടിക്കുന്നു എന്ന് പറഞ്ഞ് ഋഷി ചിരിച്ചു. നിനക്ക് ചിരി, ഇതെൻ്റെ ജീവിതമാണ്. ഇത്രയും വലുതായിട്ടും അമ്മയുടെ കയ്യിൽ നിന്നും 5-6 തല്ലു വാങ്ങി ഞാൻ കൂളായി ഇരിക്കുമല്ലേ? ബി കൂളേട്ടത്തി. അപ്പച്ചി ചുമ്മാ അല്ലല്ലോ തല്ലിയത്. സോദിയെ കാണാൻ വേണ്ടി മാത്രമാണോ നീ എന്നും പോകുന്നേ? ക്ലാസ്സിൽ കയറാൻ ഒരു ഉദ്ദേശവും ഇല്ലേ നിനക്ക്? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലേ ഏട്ടത്തി. ക്ലാസ് എവിടെയാണെന്നതിൽ പോലും എനിക്കറിയില്ല. അതുകൊണ്ടല്ലേ. അവൻ ഓരോന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സ് നിറയെ പ്രണവേട്ടിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. വീണ്ടും എന്താലോചിച്ചാണ് വിഷമിക്കുന്നേ? എടുത്തടിച്ചതുപോലെ എന്നോട് കമ്പനിയിൽ വരണ്ട എന്ന് പറഞ്ഞില്ലേ? അത് നല്ല കാര്യമല്ലേ? ഋഷി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ നോക്കി. നീയും നിന്റെ ചേട്ടനും കണക്കാ. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ട് ഏട്ടത്തി. എന്ത് കാര്യം? അവൻ പറയാൻ തുടങ്ങിയതും അവൻ്റെ അമ്മ അവിടെ വന്നു. ഋഷിയെ കണ്ടിട്ടും വലിയ മൈൻഡൊന്നും ചെയ്യാതെ മാറിയിരുന്നു. ഏട്ടത്തി, അമ്മയുടെ പിണക്കം മാറ്റാൻ ഏട്ടത്തി എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കാനാണ്? ഞാൻ പറഞ്ഞപ്പോൾ അവൻ അവൻ്റെ ഫോൺ എടുത്ത് എന്തോ ചെയ്തതിന് ശേഷം എന്നോടായി തിരിഞ്ഞു. കൂടുതലൊന്നും വേണ്ട. അതാ ഇവിടുത്തെ ഫോണിലിരുന്നും എൻ്റെ നമ്പറിലേക്ക് ഞാൻ പറയുമ്പോൾ വിളിച്ചാൽ മാത്രം മതി. അതെന്തിന്? കാര്യമുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് അവൻ ചാടി എഴുന്നേറ്റ് അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ. അവൻ്റെ വിളി കേട്ടിട്ടും അപ്പച്ചി മുമ്പത്തെ പോലെ മൈൻഡ് ചെയ്യാതിരുന്നു. എന്നോട് വിളിക്കാൻ ആംഗ്യം കാണിച്ചു. ഞാൻ അവൻ പറഞ്ഞതുപോലെ അപ്പച്ചി കാണാതെ അവിടുത്തെ ഫോണിൽ നിന്നും അവൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു. അപ്പോഴും എനിക്ക് മനസ്സിലായില്ല എന്താ അവൻ്റെ ഉദ്ദേശമെന്ന്. പക്ഷേ അവൻ്റെ മൊബൈലിൽ ട്യൂൺ കേട്ടപ്പോൾ മനസ്സിലായി എന്താ അവൻ്റെ ഉദ്ദേശമെന്ന്. കൺമണിപ്പോൾ എൻ ഉമ്മ, എൻ കാവൽ മാലാക്ക ഉമ്മ. ആ പാട്ട് ഹാള് മൊത്തം മുഴങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മ അവനെ നോക്കി. ആരാണോ എന്തോ വിളിക്കുന്നേ എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്തു. ഓ, കസ്റ്റമർ കെയർ ആണമ്മേ. കസ്റ്റമർ കെയറിന് എന്നു മുതലാണ് മോനെ ഇവിടുത്തെ നമ്പർ? അപ്പച്ചി പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ വെച്ചു.
കണ്ടുപിടിച്ചു കളഞ്ഞല്ലേ കൊച്ചു കള്ളി. അപ്പച്ചിയുടെ മുഖത്ത് നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു. നീ എന്നോട് മിണ്ടണ്ട. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഈ അമ്മയില്ലെങ്കിൽ ഈ ഋഷിയുണ്ടോ? അവൻ്റെ അമ്മ ഒന്ന് ഇരുത്തി മൂളി. അമ്മ നോക്കിക്കോ, ഇന്നു മുതൽ, അതായത് ഈ നിമിഷം മുതൽ ഋഷി നന്നായി. ഇനി തൊട്ട് എന്നെക്കുറിച്ചൊരു പരാതിയോ അമ്മ കേൾക്കില്ല എന്ന് അവൻ പറഞ്ഞ് നാവെടുത്തതിലും ഉണ്ണിമോൾ അവിടേക്ക് ഓടി വന്നുകൊണ്ട് പറഞ്ഞു. മാമ, അന്ന് മാമൻ്റെ ഫോണിൽ കണ്ട ആ സിനിമാ നടിയില്ലേ, ആ ചേച്ചിതേ വരുന്നു. അവൾ പറഞ്ഞതും ഇരുന്ന് ഋഷി ഞെട്ടിക്കൊണ്ട് എഴുന്നേറ്റു. ഒപ്പം ഞാനും. സ്വാതി സിനിമാ നടിയോ? അപ്പച്ചി ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. ആ, അന്ന് മാമൻ്റെ ഫോണിൽ കണ്ട. എൻ്റെ ഉണ്ണിമോളെ, പോയി ആ ഉണ്ണിയപ്പം എടുത്ത് കഴിക്ക്. അവളെ പറഞ്ഞു വിടാൻ ഋഷി ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാതി അവിടേക്ക് വന്നു. ചേച്ചി, എന്നെ അവൾ വിളിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഋഷിയുടെ അമ്മ അവളെ ഒന്ന് ശരിക്കും നോക്കി. ദേ സിനിമാ നടി. ഉണ്ണിമോൾ അവളെ നോക്കിക്കൊണ്ട് വീണ്ടും പറഞ്ഞപ്പോൾ ഋഷി എന്നെ നോക്കി എന്തേലും ചെയ്യുന്ന രീതിയിൽ നിന്നു. മോളുടെ പേരെന്താ? അപ്പച്ചി ചോദിച്ചു. സ്വാതി. ആ, നിങ്ങൾ സംസാരിക്കും മക്കളെ. നിന്നോട് എനിക്ക് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് ഋഷിയോട് പറഞ്ഞ് അപ്പച്ചി പോയി. നോട്ടവും ഭാവവും എല്ലാം കണ്ടിട്ട് സ്വാതി അപ്പച്ചിക്ക് ഇഷ്ടമായൊരു ലക്ഷണമുണ്ട്. അതാരാ ചേച്ചി? എൻ്റെ അമ്മ. ഭാവിയിൽ നിന്റെ അമ്മായിയമ്മായിട്ടൊക്കെ വരും. ഋഷി പറഞ്ഞപ്പോൾ ഒന്നും പറയാതെ അവൾ എൻ്റെ നേർക്ക് മുഖം തിരിച്ചു. എങ്കിലും ആ മുഖത്തെ നാണം ഞാൻ കാണാതെ പോയില്ല. അല്ല, നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത്? ചായ കൊടുത്തപ്പോൾ ഞാൻ ചോദിച്ചു. ചായ വാങ്ങി താഴെ വെച്ചതിന് ശേഷം ഒരു കവറിൽ നിന്നും ഒരു വലിയ പേപ്പർ എനിക്ക് നേരെ നീട്ടി. നോക്കിയപ്പോൾ അത് എൻ്റെ +2 സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇതെങ്ങനെ നിൻ്റെ കയ്യിൽ? ഞാൻ കരുതിയത് ചെറിയമ്മ അന്നേ ഇത് കത്തിച്ച് കാണുമെന്നായിരുന്നു. കത്തിക്കാൻ എപ്പോഴോ എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ ആരും കാണാതെ ഞാനാണ് ഇതെടുത്തത്. ചേച്ചിയുടെ സ്വപ്നമെല്ലാം എന്തെങ്കിലും നടക്കുമെന്ന വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചു. ഇപ്പോഴാണ് സമയമെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി തുടർന്ന് പഠിക്കണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ചിന്തയിൽ വന്നില്ലായിരുന്നു എൻ്റെ മുടങ്ങിപ്പോയ പഠിപ്പ്. ചേച്ചി പഠിക്കണം. പുച്ഛിച്ചതിൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ തന്നെ തല ഉയർത്തി നിൽക്കണം. അവരുടെ വാക്കുകൾ എൻ്റെ ചുണ്ടിൽ ഒരു ചിരി സമ്മാനിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് സ്വാതിയെ താഴെ നിന്നൊരാൾ വിളിച്ചത്. നോക്കിയപ്പോൾ ഉണ്ണിമോളായിരുന്നു. അവൾ ഓരോന്നും ഉണ്ണിമോളോട് ചോദിച്ചുകൊണ്ട് നിന്നപ്പോൾ ഋഷി വന്നു. ഇറങ്ങുവാണോ? ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. വീണ്ടും എനിക്ക് ഉണ്ണിമോൾക്കും ഒരു മുത്തം നൽകി അവൾ ഇറങ്ങി. അവിടെയും പക്ഷാപാതം കണ്ടോ? ഏട്ടത്തിക്കും ഉണ്ണിമോൾക്കും ഉമ്മ തന്നു. കൊടിമരം പോലെ നിൽക്കുന്ന എന്നെ മൈൻഡ് ചെയ്തോ? അയ്യടാ, ഉമ്മയൊക്കെ കല്യാണം കഴിഞ്ഞ് എൻ്റെ അനിയനെ ആശിച്ചാൽ മതി. അല്ല, ഇതുവരെ അവൾ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. പറയുന്നത് എന്തിനാ ഏട്ടത്തി? ആ നോട്ടം കണ്ടാൽ പോരെ? എന്തുകൊണ്ടോ അവർ ഒന്നാക്കണമെന്ന് തന്നെ എൻ്റെ മനസ്സും ആഗ്രഹിച്ചു. മണിക്കൂർ നീങ്ങുന്തോറും മനസ്സിൽ പ്രണയേട്ടനെ കുറിച്ചൊരു ചിന്ത വന്നു. വൈകിട്ട് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു. പക്ഷേ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഒരാൾക്ക് മാത്രം പോരല്ലോ ദേഷ്യവും വാശിയും. ഞാൻ ഏട്ടനിൽ നിന്ന് അന്ന് രാത്രിയാവുന്നത് വരെ മാറി നടന്നു. അതേറെക്കുറെ പ്രണയേട്ടന് മനസ്സിലായി ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുകയാണെന്ന്. രാത്രി ആഹാരം കഴിഞ്ഞിട്ടും ഞാൻ മുറിയിൽ പോകാതെ ഉണ്ണിമോളുടെയും അമ്മൂമ്മയുടെയും കൂടെ തന്നെ ഇരുന്നു. മോളെന്താ ഉറങ്ങാൻ പോകുന്നില്ലേ? സമയം ഏറെ വൈകിയപ്പോൾ അമ്മൂമ്മ ചോദിച്ചു. ആ, പോകാൻ തുടങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞു. പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. സമയം ഒരുപാടായി. പ്രണവേട്ടൻ ഉറങ്ങിക്കാണുമെന്ന് കരുതി വാതിൽ തുറന്നു. കട്ടിലില്ല. നോക്കിയപ്പോൾ സൈഡിലിട്ടിരിക്കുന്ന കുശലിലിരിക്കുന്നു. അപ്പോഴും ഒന്നും പറയാതെ ഞാൻ വാതിലടച്ച് കിടക്കാൻ തുടങ്ങിയതും എഴുന്നേറ്റ് വന്ന് കയ്യിൽ പിടിച്ച് എന്നെ തിരിച്ചു നിർത്തി. എൻ്റെ കണ്ണിൽ നോക്കി ചോദിച്ചു. എന്തിനാണ് ഈ പിണക്കം? എന്തിനാ ഈ ദേഷ്യം? ഞാൻ മറുപടി പോലെ തിരിച്ചു ചോദിച്ചു. നിന്നോട് ഞാൻ എപ്പോഴാണ് ദേഷ്യം കാണിച്ചത്? എന്നോടല്ല, മറ്റുള്ളവരോട് എന്തിനാ ഈ ദേഷ്യം? വീട്ടിലും ഓഫീസിലും എല്ലാവരോടും. പ്രസാദം കഴിക്കാൻ പറഞ്ഞതിൽ അമ്മയോട് ദേഷ്യം. എന്നെയും കൂടെ ഓഫീസിൽ കൊണ്ടുപോകാൻ പറഞ്ഞതിൽ അച്ഛനോട് ഇങ്ങനെ. എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പെട്ടെന്ന് പിടിച്ച് ചേർത്ത് നിർത്തി. ആ, ദേഷ്യമാണ്. ഇങ്ങനെയൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, പറയുന്നതുമല്ല. പിന്നെ നിന്നെ കമ്പനിയിൽ കൂടെ കൊണ്ടുപോകാതിരുന്നത്. നിന്നെ എൻ്റെ കൂടെ നിർത്താൻ മറ്റാരേക്കാളും എനിക്ക് താല്പര്യമുണ്ട്. എന്നിട്ടും വേണ്ട എന്ന് പറഞ്ഞത് നിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയാ. ഞാൻ പറഞ്ഞിട്ടാണ് സ്വാതി ഇന്ന് നിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ കൊണ്ടുവന്നത്. മുടങ്ങിപ്പോയ നിൻ്റെ പഠിപ്പും സ്വപ്നവും പൂർത്തീകരിക്കാൻ വേണ്ടി. ഞാൻ ആ മുഖത്തേക്ക് ഇമ വെട്ടാതെ നോക്കിയിരുന്നു. ഈ വർഷം അപ്പോൾ പകുതിയായി. അടുത്ത എൻട്രൻസ് എക്സാം എഴുതാൻ എൻ്റെ ഭാര്യയും കാണും. ഞാൻ പറയാതെ തന്നെ എൻ്റെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, കണ്ണിൽ നനവ് പടർന്നിരുന്നു. പിന്നെ രാവിലത്തെ കാര്യം. എന്നിൽ നിന്നും അല്പം മാറിയെന്ന് എന്തോ ചിന്തിച്ച് പ്രണവേട്ടൻ ഒരു നിമിഷം നിന്നു. പതിയെ സംസാരിച്ചു തുടങ്ങി. ഈ വീട്ടിൽ അമ്മയെയും അച്ഛനേക്കാൾ ദൈവത്തെ വിളിച്ചിരുന്ന മറ്റൊരാളുണ്ടായിരുന്നു, പ്രിയ. ആ പേര് പറയുമ്പോൾ തന്നെ ഉള്ളിലെ വേദന ആ സ്വരത്തിൽ നിന്ന് ഞാൻ അറിഞ്ഞു. നിനക്കറിയോ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും എന്തെങ്കിലും അവൾക്ക് സമ്മാനം കിട്ടിയാൽ മറ്റുള്ളവരെ കാണിക്കുന്നതിന് മുമ്പ് ആദ്യം എന്നെയാണ് കാണിക്കുന്നത്.
ഒരു പനി വന്നാൽ അമ്മയുടെ അടുത്തല്ല, എൻ്റെയോ പ്രവീണേറ്റിൻ്റെ കൂടെയാണ് അവൾ കിടന്നിരുന്നത്. ആ കണ്ണ് നിറഞ്ഞിരുന്നത് ആദ്യമായി ഞാൻ കണ്ടു. എല്ലാവർക്കും ദേഷ്യവും വാശിയുള്ള പ്രണവിനെ മാത്രമേ അറിയൂ. ഒരു പക്ഷേ നിനക്കും. ഒരു നോവുള്ള ചിരിയോടെ എന്നെ നോക്കി പറഞ്ഞു. വർഷം 3 കഴിഞ്ഞിട്ടും എല്ലാവരും അവരുടെ മരണവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിട്ടും എന്തോ എനിക്ക് മാത്രം പറ്റുന്നില്ല. പറഞ്ഞ അവസാനം ഏട്ടൻ കട്ടിലിരുന്നു. ഞാൻ പ്രണവേട്ടൻ്റെ അടുത്ത് പോയി ആ തോളിൽ കൈവച്ചപ്പോൾ എൻ്റെ മുഖത്തേക്ക് നോക്കി. എൻട്രൻസ് കിട്ടിയ സന്തോഷത്തിൽ ദൈവത്തിനോട് നന്ദി പറയാൻ ഞങ്ങൾ ആരെയും കൂടാതെ ഒറ്റയ്ക്ക് പോയതായിരുന്നു. അവസാനം ഞങ്ങളെല്ലാവരെയും ഒറ്റയ്ക്കാക്കി അവൾ പോയി. ഒരു ആക്സിഡൻറ്റിൻ്റെ രൂപത്തിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന സ്കൂട്ടിയും അവരുടെ രക്തം ചിതറിക്കിടക്കുന്ന റോഡും ഒക്കെ കണ്ടപ്പോൾ മറന്നതാണ് ചിരിക്കാൻ. ഉള്ളിലെ സങ്കടമായിരിക്കുമല്ലേ ഇങ്ങനെ ദേഷ്യമായിട്ടൊക്കെ. ഏട്ടൻ്റെ ഒപ്പം ഞാനും കരയുകയായിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ ദേഷ്യവും വാശിയും കാട്ടി നടക്കുന്ന ഈ മനസ്സ് സ്വന്തം കൂടപ്പിറപ്പിൻ്റെ വേർപാടിൽ വിതുമ്പുന്നത് ആരും കണ്ടില്ല. ഒരുപക്ഷേ ഞാനും കാണാൻ ശ്രമിച്ചിട്ടില്ല. പ്രണവേട്ടൻ ഒരു നിമിഷം സ്വയം നിയന്ത്രിച്ച് കണ്ണടച്ചിരുന്നു. കണ്ണു തുറന്നതിന് ശേഷം എൻ്റെ നേർക്ക് തിരിഞ്ഞു. പതിയെ എൻ്റെ കവിളിൽ തലോടി. ഈ ദേഷ്യമൊക്കെ മാറുമോ എന്നറിയില്ല, എന്നാൽ നിന്നോട് ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. തോളിൽ നടവ് തട്ടിയപ്പോൾ മനസ്സിലായി പ്രണവേട്ടൻ കരയുകയാണെന്ന്. ഞാൻ തടഞ്ഞതുമില്ല. എല്ലാ സങ്കടവും കരഞ്ഞു തീർക്കുന്നതിനെയാണ് നല്ലതെന്ന് തോന്നി. രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ എല്ലാം ചെയ്ത് അടുക്കളയിൽ പോകാൻ തുടങ്ങിയതും പ്രണവേട്ടൻ എന്നെ ചുറ്റിപ്പിടിച്ചു. ആരോടും പറയല്ലേ. എന്ത്? ഇന്നലെ ഞാൻ കരഞ്ഞ കാര്യം കൊച്ചു കുട്ടികളെ പോലെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അതേ ചിരി ആ മുഖത്തും ഉണ്ടായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി, ഒപ്പം ഞങ്ങളുടെ ജീവിതവും. രോഹിണി ചേച്ചിയുടെ മാസം അടുത്ത് വന്നു. എല്ലാം കൊണ്ടും സന്തോഷം. ഈ സന്തോഷം എന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകണേ എന്ന് മനമുരുകി ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. തിരികെ വീട്ടിൽ വന്നപ്പോൾ ഋഷി കോളേജിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് വന്നു. ഞാൻ അവൻ്റെ നെറ്റിയിൽ ചന്ദനം തൊട്ടുകൊടുത്തു. ഏട്ടത്തിയുടെ അച്ഛൻ വന്നിട്ടുണ്ട്. അവൻ വണ്ടി സ്റ്റാർട്ടാകുന്നതിനൊപ്പം എന്നോടായി പറഞ്ഞ് ടാറ്റയും തന്നു പോയി. അച്ഛനെ കാണാനായി ഞങ്ങൾ അകത്തേക്ക് കയറി. ഹാളിൽ കണ്ടില്ല. നോക്കിയപ്പോൾ കുറച്ചപ്പുറത്ത് മാറി പ്രണവേട്ടൻ്റെ അച്ഛനോടായി എന്തോ കാര്യം സംസാരിക്കുന്നു. ഒപ്പം പ്രവീണേട്ടനുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. പക്ഷേ എൻ്റെ ചുവടുകൾ നിന്നത് ആ വാക്കുകൾ കേട്ടാണ്. സംഭവിച്ചതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ലല്ലോ. ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ടത് നമുക്ക് തിരികെ കിട്ടില്ലല്ലോ. പ്രണവേട്ടൻ്റെ അച്ഛൻ എൻ്റെ അച്ഛനോടായി പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും പ്രവീൺ രോഹിണിയെ സ്നേഹിക്കുന്നു. പക്ഷേ പ്രണവ്, അവൻ എൻ്റെ ഗായത്രിയെ ഉപേക്ഷിച്ചാലോ? എൻ്റെ നെഞ്ചിടിപ്പ് കൂടി വന്നു. ഒന്നും ആരും അറിഞ്ഞുകൊണ്ടല്ലോ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഞാൻ കാരണമല്ലേ ഒരിക്കലും മാറാത്ത മുറിവ് ഈ കുടുംബത്തിനുണ്ടായത്. പ്രിയമോളെ ഇടിച്ചത് ഞാൻ ഓടിച്ചിരുന്ന കാറായിരുന്നല്ലോ. അച്ഛൻ വീതുമ്പിക്കൊണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലിരുന്ന പ്രസാദം താഴെ വീണു. ശബ്ദം കേട്ട് 3 പേരും എന്നെ നോക്കി. എല്ലാം ഞാൻ കേട്ടു എന്ന് എൻ്റെ നിറഞ്ഞു വന്ന കണ്ണുകൾ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന മുഖം പ്രണവേട്ടൻ്റെ ആയിരുന്നു. എല്ലാം അറിയുമ്പോൾ വീണ്ടും പ്രണവേട്ടൻ അച്ഛൻ പറഞ്ഞതുപോലെ എന്നെ വെറുക്കുമോ?